ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കൊച്ചിയിലെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് മീൽസാണ്. സോ കൊച്ചിയിലെ ബെസ്റ്റ് മീൽ സ്പോട്ട് കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് ഹൈക്കോർട്ട് റോഡിന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലുള്ള ഹോട്ടലാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഹോട്ടലിന് പേരൊന്നുമില്ല, അതിൻ്റെ തൊട്ട് വരുന്ന ഈ ഹോട്ടലാണ്. ഓക്കെ, പോയി നോക്കാം. Salah. മോരുകറിയുണ്ട്, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്. റെസ്റ്റോറൻറ്റിന് പേരില്ല, ഇതോട് ചോദിച്ച പേരാണ്. ഇതെനിക്കിഷ്ടമായി, ഇതെനിക്കിഷ്ടമായി. അത് ഞാൻ തന്നെ കഴിച്ചുള്ളൂ. എന്താണ് അങ്ങനെ ചാള ബീഫോട്ട് ചാളൊക്കെ ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ പഞ്ഞിയുണ്ട് ഏറെ. മോരുകറി കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ മോരുകറിയുടെ കൂടെ നമുക്കൊരു മത്തി പൊരിച്ചതും കൂടി വെച്ച് നല്ല ചൂടായിട്ട് കിട്ടണില്ല. 70 രൂപയാണ്. 70 രൂപയ്ക്ക് എല്ലാ സൈഡും ഒന്നും നമുക്ക് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരമാവധി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി നിങ്ങൾ പറയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത്രയും തിരക്കാണ്. എല്ലാവരും വരുന്നു, പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നു, പോകുന്നു. അതിനുള്ളിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെയാണ് ഇറങ്ങുന്നത്. കാരണം ഇത്രയും നല്ല ഫുഡാണ്. മീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൊടുകറികളായിട്ട് തന്നിരിക്കുന്ന ഓരോ സാധനവും നമുക്ക് ഭയങ്കര അതിലേതെങ്കിലും ഒരു എലമെന്റ് മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ പരിപ്പ് കറി, അല്ലെങ്കിൽ മോര് കറി, അല്ലെങ്കിൽ അച്ചാർ മാത്രം കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ടേസ്റ്റിലാണ് അത് ഫുഡ് സെർവ് ചെയ്യുന്നത്. 70 രൂപയാണ് മീൽസ് വരുന്നത്. ഞാൻ കൂടുതൽ ചാള ഫ്രൈ പറഞ്ഞത്. ഒരു പ്ലേറ്റ് ചാള ഫ്രൈ നമുക്ക് 4 ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്ലേറ്റ് മേടിച്ചിട്ടുള്ളൂ, ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ ഫ്രൈസിന് കുറച്ച് റേറ്റ് ഓവറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കൊച്ചിയിലെ ഫിഷിൻ്റെ പ്രൈസ് അനുസരിച്ചായിരിക്കും ഇവിടെ ചാർജ് ചെയ്യാം. 80 റുപ്പീസാണ് ഒരു പ്ലേറ്റ് ചാള ഫ്രൈക്ക് ഞാൻ കൊടുത്തത്. സോ അവിടെ 220 റുപ്പീസായി. പക്ഷേ വെർത്താണ്. 220 രൂപയ്ക്ക് നമുക്ക് വെർത്തായിട്ടുള്ള ഫുഡാണ്. അപ്പം ഇതിന് ഹോട്ടലിൽ പേരില്ല, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. പേരറിയാത്തൊരു ഹോട്ടലാണ്. പക്ഷേ ഹൈക്കോർട്ട് റോഡിന് ഇവിടേക്കാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ഫുൾ വ്യൂ ഒന്ന് കാണിച്ചില്ല. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ പേര് പാസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു സജഷൻ പറയാണ്, 12:30 ഈവനിങ് ഉച്ചയ്ക്ക് 12:30 വരുവാണെങ്കിൽ അത്ര തിരക്കില്ലാണ്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പം 12:30 വന്നത്. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരം നല്ല റഷായി. ഞാൻ കയറുന്ന സമയത്ത് അത്ര റഷ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും 12:30 വരെ പ്രിഫർ ചെയ്യൂട്ടോ. ഓക്കെ, കൊച്ചിയിലെ അടുത്തൊരു ഫുഡ് സ്പോട്ട് അല്ലെങ്കിൽ കൊച്ചിയിലെ അടുത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അതുവരെ ബൈ.